ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ചാർട്ടാണ്. ഈ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫറാണ്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ്, സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പുതിയ കസ്റ്റമേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനുവരി മാസം, ഈ മാസം അതായത് ജനുവരി 2025 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് 1-2 ദിവസം കഴിഞ്ഞു. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്കൗണ്ടിൻ്റെ ചാർട്ടിൻ്റെ ഒപ്പം കൊടുത്തേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. സോറി, എനിക്ക് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഇന്നലെ വീഡിയോസ് ഇല്ലാതിരുന്നത്. പുതിയ വഴിത്തിരിവുകൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ച് ഏഞ്ചൽ മെസ്സേജസും ഓവറോൾ എനർജിയിൽ പെടുന്ന 2 കാർഡ്സും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനർജിയൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, എവിടെ നിന്നോ ഏതൊക്കെയോ സാഹചര്യത്തിൽ നിന്നോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജീനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തായാലും മോശപ്പെട്ട സാഹചര്യമാണ്. ആ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനും സമാധാനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യവും വെച്ച് നോക്കുകയാണെങ്കിൽ സന്തോഷിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അതായത് സന്തോഷിക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ വ്യക്തി ആ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്കെങ്കിലും ഓടി ഒളിക്കാനും ഒളിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും പല വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അത്രയും ഒരു ഭീമാത്കാരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി കുറേ കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സം നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു മനോഭാവമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കൂലേ, അടുക്കും ചിട്ടയായിട്ടൊക്കെ നമ്മൾ വെക്കൂലേ, അതുപോലെ അടുക്കും ചിട്ടയായിട്ട് വെക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും പല വ്യക്തികളും ചിന്നിച്ചിതറി കിടക്കുകയാണെന്ന് പറയുമ്പോൾ അതായത് പലവരും പല അഭിപ്രായങ്ങളിൽ നിൽക്കുകയാണ്. എല്ലാവരുടെയും ഈ അഭിപ്രായം ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളെ കുറിച്ചും ഈ പേഴ്സൺ വിലയിരുത്തുന്നുണ്ട്, ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റിയിട്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ വ്യക്തിക്ക് അത്രയും അധികം മെന്റൽ പ്രഷറാണ്, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ആദ്യമൊക്കെ ഒരുപക്ഷെ ക്ഷമിച്ചും സഹിച്ചൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാകുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് സഹിക്കാനും ക്ഷമിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഈ പേഴ്സൺ തയ്യാറല്ല എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾ പോലും പണ്ട് തൊട്ടേ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെ ബുദ്ധിമുട്ടി നിന്നിട്ട് എന്താ കാര്യം, നമ്മൾ പ്രതികരിക്കണ്ടേ,
നമ്മളുടെ ഈ സ്നേഹം വിജയകരമായിട്ട് പൂർത്തീകരിക്കണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങളും ഒരുപക്ഷെ ഈ വ്യക്തിയെ ഉപദേശിച്ചിട്ടുണ്ടാകാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി രക്ഷപ്പെടാനാണ് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. എങ്ങോട്ടും പോയിട്ടില്ല, എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് പല സിറ്റുവേഷനിലും നിങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണവും മറ്റുള്ളവരുടെ ആ ഒരു എന്താ പറയുക നിർബന്ധം കാരണം മറ്റുള്ളവർ പല രീതിയിൽ ഈ പേഴ്സന്റെ മനസ്സ് മാറ്റിയത് കൊണ്ടും കൂടിയാണ് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. പക്ഷെ സ്റ്റിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ അവരുടെ ആ ഒരു തീരുമാനത്തിനും വ്യവസ്ഥയ്ക്കും കൂട്ടു നിൽക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. അവരിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ പേഴ്സൺ കംഫർട്ടബിൾ ആകാനും ഓടി രക്ഷപ്പെടാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തൊക്കെ ആണെങ്കിൽ നാട്ടിലേക്കൊന്നും വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം മറ്റുള്ളവരെ ക്ഷമിക്കാനും അവര് പറയുന്നത് സഹിക്കാനും പൊറുക്കാനും ഒന്നും ഈ വ്യക്തി തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പലതരത്തിലുള്ള സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും ഒരു പരിധി വരെ അറിയാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾ കാരണം പലവരും ഇവിടെ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പൂർണ്ണ ചന്ദ്രനെ നോക്കിയിട്ട് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പുതിയ പോസിറ്റീവ് മാറ്റങ്ങളും പുതിയ ഫ്രഷ് ചിന്താഗതികളും ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഏഞ്ചൽസിന്റെ മെസ്സേജ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം വൈകാതെ റൊമാൻറ്റിക് ജീവിതം വരാൻ പോകുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഈ പേഴ്സണായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത്, ആ ഒരു ലെവലിലേക്ക്, അതായത് സ്നേഹമാണെങ്കിൽ അങ്ങനെ കെയറിങ്, റൊമാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകണം. സോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഇംപ്രൂവ് ആകും, മെച്ചപ്പെടും. നിങ്ങൾ എന്താണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാഞ്ഞു പോകും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് നന്ദി പറയണം. ഓക്കെ, ഇടക്ക് തുളസി ഇട്ട വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സൺ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. പുതിയ വഴിത്തിരിവുകൾ തന്നെയാണ് ഇത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇത് വരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇതിനോടകം ഇതിന്റെ മാറ്റങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.